കുരങ്ങനുണ്ണി അത് കണ്ടോ? അങ്ങ് ദൂരെ മാമരച്ചില്ലകളിൽ മിന്നാമിനുങ്ങുകൾ മിന്നിത്തിളങ്ങുന്നത്. ഹായ്, എന്തൊരു ഭംഗി! ശരിക്കും മാനത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വന്നതുപോലെയുണ്ട്. ശരിക്കും പകലിനേക്കാൾ ഭംഗി കൂടുതൽ രാത്രിക്കാണ്. അങ്ങനെ പറയണ്ട, പകലിനും ഭംഗിയുണ്ട്, രാത്രിക്കും ഭംഗിയുണ്ട്. അതെന്താണ് ആ കുട്ടി കരയുന്നത്? രാത്രിയിൽ വല്ല കുസൃതികളും ഒപ്പിച്ചതിന് അമ്മ നല്ല തല്ലുകൊടുത്ത് കാണും. ഹേ, തല്ല് കിട്ടുമ്പോൾ കുട്ടികൾ ഇങ്ങനെയല്ല കരയുന്നത്. എന്തെങ്കിലും കണ്ട് പേടിച്ചു കാണും. അതാണ് ആ കുട്ടി ഇങ്ങനെ കരയുന്നത്. മൂങ്ങമ്മാവ, അതെന്താ അവിടെ? ആ വഴിയിലൂടെ എന്തോ നടന്നു വരുന്നത് പോലെ. എവിടെ? അവിടെ, ആ വഴിയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അമ്പടാ, അതൊരു കുറുനരിയാണല്ലോ. കുറുനരിയോ? ഓ, എനിക്കൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. രാത്രി ഞങ്ങൾക്ക് നന്നായി കാണാൻ കഴിയുന്നത് കൊണ്ട് ആ കുറുനരിയെ എനിക്ക് നല്ല വ്യക്തമായി കാണാം. അതൊരു കുറുനരി തന്നെ. ഈ രാത്രിയിൽ പമ്മിപ്പമ്മേ അവൻ എങ്ങോട്ടാണാവോ? ആ കുറുനരി എന്തിനാ രാത്രി നാട്ടിലിറങ്ങിയത്? ഇര തേടി ഇറങ്ങിയതായിരിക്കും. കാട്ടിൽ ഇപ്പോ പഴയതുപോലെ തീറ്റ ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പൊ നാട്ടിലാണോ തീറ്റയുള്ളത്? നാട്ടിലും കാട്ടിലും എല്ലാം ഇപ്പോ ഭക്ഷണത്തിന് ക്ഷാമം തന്നെയാണ്. ഓ, നടന്നു നടന്നു മടുത്തു. പിടിച്ചു തിന്നാൻ ഇവിടെ ഒരു കോഴിക്കുഞ്ഞു പോലുമില്ല. അതാരാണ് വരുന്നത്? കാട്ടിലുള്ളവർക്ക് എന്താണ് നാട്ടിൽ കാര്യം? എത്രയും വേഗം സ്ഥലം വിട്ടോ, അതാണ് നിനക്ക് നല്ലത്. അത് പറയാൻ നീ ആരാണ്? നാട്ടുരാജാവോ? എനിക്കാരെയും പേടിയില്ല. കാട്ടിലും നാട്ടിലും ഞാൻ ഇര പിടിക്കും. നാട്ടുനായ്ക്കളെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? നാട്ടുനായ്ക്കളോ? ആരാണവർ? നാട്ടിൽ മനുഷ്യർ വളർത്തുന്ന നായ്ക്കൾ. അവരെങ്ങാനും നിന്നെ കണ്ടാൽ കടിച്ച് കീറും. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പൊക്കോളൂ. കാട്ടിൽ കടുവകളുടെ ഇടയിൽ കഴിയുന്ന എന്നെയാണോ നീ പറഞ്ഞു പേടിപ്പിക്കുന്നത്? വെറുതെ എന്നെ ശല്യം ചെയ്യാതെ നീ പോടാ കുരങ്ങ. ഇവിടുന്ന് എപ്പ പോണം, എങ്ങനെ പോണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. വിഡ്ഢികളെ ഉപദേശിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. മാന്യന്മാരെ ഉപദേശിക്കാൻ നോക്കാതെ വീട്ടിൽ പോടാ കുരങ്ങ. മോനെ കരയില്ലേ? മിഠായി അമ്മ നാളെ രാവിലെ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ മിഠായി വേണം. ഈ രാത്രിയിൽ ഞാൻ എവിടെ ചെന്ന് മിഠായി വാങ്ങാനാണ്? മോനെ, മിഠായി അമ്മ രാവിലെ വാങ്ങിത്തരാം. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ മിഠായി വേണം. മിണ്ടരുത്. ഇനി നീ മിഠായി എന്ന് പറഞ്ഞ് കരഞ്ഞ നിന്നെ ഞാൻ കുറുനരിക്ക് എറിഞ്ഞു കൊടുക്കും. അയ്യോ, കുറുനരിയോ? അതെ, കുറുനരി. വിശന്നു വലഞ്ഞ കുറുനരികൾ രാത്രി ഇരതേടി നാട്ടിലിറങ്ങും. കുട്ടികളെ തിന്നാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഇനി മിഠായി എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞ ഉറപ്പായി നിന്നെ ഞാൻ കുറുനരിക്ക് എറിഞ്ഞു കൊടുക്കും. ഓ, എന്റെ ഒരു ഭാഗ്യം നോക്കണേ. കുറച്ചു നേരം കൂടി ഇവിടെ കാത്തു നിന്ന ആ ചെറുക്കനെ എനിക്ക് എറിഞ്ഞു തരും. അപ്പോ തന്നെ കടിച്ചെടുത്തോണ്ട് കാട്ടിലേക്ക് കുതിക്കണം. ഹോ, എന്റെ പൊന്നമ്മച്ചി, താമസിപ്പിക്കാതെ ആ ചെറുക്കനെ ഒന്ന് വേഗം ഇങ്ങോട്ട് എറിഞ്ഞു തായോ. ആ കുറുനരി ഇതുവരെ അവിടെ ഒന്ന് പോയിട്ടില്ലല്ലോ. മര്യാദക്ക് കാട്ടിലേക്ക് പോവാൻ പറഞ്ഞതാണ്. അപ്പൊ അവന് വലിയ അഹങ്കാരം. അവൻ അവിടെ തന്നെ നിൽക്കട്ടെ. എന്താണ് സംഭവിക്കാൻ പോണെന്ന് നമുക്കെവിടെ ഇരുന്ന് കാണാം. ഓ, നിന്ന് നിന്ന് മടുത്തു. നേരം വെളുക്കാറായി. ആ ചെക്കന് മിഠായി വേണ്ടേ? കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്ത് പറ്റിയെന്ന് നോക്കട്ടെ. പാവം, കരഞ്ഞു കരഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. രാവിലെ കട തുറക്കുമ്പോൾ തന്നെ മിഠായി വാങ്ങി കൊടുക്കണം. എനിക്ക് എറിഞ്ഞു തരൂന്ന് പറഞ്ഞിട്ട് അമ്മച്ചി തീരുമാനം മാറ്റിയോ? അയ്യോ, കുറുനരി! എല്ലാവരും വേഗം എഴുന്നേറ്റേ, നമ്മുടെ വീട്ടിലെ ചെന്നായ വന്നേ. അയ്യോ, എന്റെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാണ്. കിട്ടി.
നദികളിൽ സുന്ദരി യമുന യമുന യമുന. മുതലച്ചാരെ, എന്റെ പാട്ട് അടിപൊളിയല്ലേ? ഉവ്വ, അടിപൊളി. തന്റെ തല അടിച്ചു പൊളിക്കണം. വെറുതെ പാട്ടും പാടിയിരിക്കാതെ ശാപ്പാട് എന്തെങ്കിലും വഴി കൊണ്ടു നോക്കണം. ശാപ്പാടിനുള്ള വഴി നോക്കി ഈ വഴിയിലിരുന്ന് ഞാനൊരു വഴിക്കായി. ഇനി താൻ എന്തെങ്കിലും വഴി നോക്ക്. ഞാനെന്ത് നോക്കാൻ? പഴയതുപോലെ മീനുകളൊന്നും എന്റെ വലയിൽ വീഴുന്നില്ല. വല്ല നുണയും പറഞ്ഞ് അടുത്തുകൂടി ശാപ്പിടാമെന്ന് കരുതിയാൽ അതും പാലിക്കുന്നില്ലടോ. ഹായ്, എടാ മോനെ, എവിടെ പോകുന്നു? ഞാൻ ഇവിടേക്ക് വന്നതാ. നദിയിലെ വെള്ളത്തിൽ ഈ റംബൂട്ടാൻ കഴുകിയെടുക്കണം. റംബൊട്ടാന്? അത് ഏത് പൊട്ടനാടാ? ഏയ്, റംബൂട്ടാനല്ല, റംബൂട്ടാൻ. ഏയ്, ഇത് കണ്ടോ? നാട്ടിലെ കർഷകരുടെ തോട്ടത്തിൽ ചെന്ന് പറിച്ചതാണ്. അവർ വരുന്നുമ്പ് ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു. പക്ഷേ ഓട്ടത്തിനിടയിൽ നിലത്തു വീണ് ഇതിലെല്ലാം മണ്ണ് പറ്റി. ഈ നദിയിൽ ഇതൊക്കെ കഴുകിയെടുക്കണം. പക്ഷേ ഈ നദിയിലെ വെള്ളത്തിൽ കഴുകുന്നത് അപകടമാ. അതെന്താണ്? ഈ നദിയിൽ മാരകമായ വിഷം കലക്കിയിരിക്കുന്നു. ആര്? നിങ്ങളോ? ഞങ്ങളല്ല, കാളിയൻ. കാളിയനാണ് ഈ നദിയിൽ വിഷം കലക്കിയത്. ഈ നദീതീരത്ത് നീ വന്നത് തന്നെ അപകടമാണ്. ജീവൻ വേണമെങ്കിൽ വേഗം റംബുട്ടാനും കളഞ്ഞിട്ട് ഓടിക്കോ. അയ്യോ, എനിക്കൊരു റംബൂട്ടാനും വേണ്ടേ. ആ കുരങ്ങച്ചൻ എന്തൊരു മണ്ടൻ. അയ്യോ കുറുക്കച്ച, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അതെന്താണ്? നീയല്ലേ പറഞ്ഞത് ഈ നദിയിൽ കാളിയം വിഷം കലക്കിയിരിക്കുകയാണെന്ന്? വിശപ്പ് കൊണ്ട് ഞാൻ ഈ വെള്ളം ഇന്ന് 2 തവണ കുടിച്ചു. ഇതിനകത്ത് വിഷം കലക്കിയ കാര്യം നീ എന്താ എന്നോട് പറയാത്തത്? നീ ആ കുരങ്ങനേക്കാൾ മരമണ്ടനാണല്ലോ. എടോ, ആ കുരങ്ങന്റെ കയ്യിൽ നിന്ന് റംബുട്ട അടിച്ചെടുക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞതല്ലേ? എന്നാലും നീ അത് വിശ്വസിച്ചല്ലോ. ഓ, അത് ശരി. അത് തന്റെ തന്ത്രമായിരുന്നല്ലേ? അത് കൊള്ളാം. മണ്ണ് പറ്റിയാൽ എന്താ, തൽക്കാലം ശാപ്പാടിനുള്ളതായല്ലോ. ഓ, എന്തൊരാർത്തി! ഈ ഇറച്ചിക്ക് ഒരു രുചിയുമില്ല. ഇറച്ചിയോ? അത് ഇറച്ചിയൊന്നും അല്ല, കർഷകരുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും പറിച്ചതാണെന്ന് ആ കുരങ്ങച്ചൻ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ? അത് ഞാൻ കേട്ടില്ല. ചുവന്ന് തൊടുത്തിരിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ഇറച്ചി കഷ്ണവുമായിരിക്കുമെന്ന്. ഓ, ബുദ്ധിക്കുറവ് മാത്രമല്ല, തനിക്ക് കേൾവിക്കുറവുമുണ്ട് അല്ലേ? എടോ, താൻ എന്നെ കളിയാക്കണ്ട. ബുദ്ധിയില്ലാത്തത് തനിക്കാണ്. ആ കുരങ്ങൻ പഴങ്ങൾ കഴുകാൻ പുഴയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പിടിക്കുമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ നദിയിൽ വിഷം കലക്കി എന്ന് പറഞ്ഞ് താൻ ആ കുരങ്ങനെ ഓടിച്ചത്. എന്നിട്ട് കിട്ടിയതോ കുറെ പഴങ്ങൾ. ഇതാർക്ക് വേണം? താൻ തന്നെ കൊണ്ടുപോയി തിന്നോ? മുതലച്ചാരേ, ക്ഷമിക്ക്, എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. മറ്റുള്ളവരെ മണ്ടനാക്കാൻ നോക്കി സ്വയം മണ്ടനായത് താനാണെന്ന് തനിക്ക് മനസ്സിലായല്ലോ. അത് മതി. ഒരു കരടി വരുന്നുണ്ടല്ലോ. മുതലച്ചാരെ, താൻ വാലറ്റം പുറത്ത് കാട്ടി വെള്ളത്തിൽ മുങ്ങിക്കിടന്നോളൂ. അവൻ വന്ന് വാലിൽ തൊടുമ്പോ മെല്ലെ മെല്ലെ നീന്തി നദിയുടെ നടുവിലേക്ക് അവനെ കൊണ്ടുപോയി പിടികൂടണം. എന്താ, ഒരു കരടിയെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ തന്നെ കൊണ്ടാവില്ലേ? പിന്നെ കടുവകളെ വരെ ഞങ്ങൾ മുതലുകൾ വെള്ളത്തിൽ വെച്ച് പിടികൂടും. പിന്നെയാണ് ഒരു കരടി. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കുന്നില്ല. എല്ലാം ഈ കരയിലിരുന്ന് താൻ കണ്ടോളൂ. ആ, എന്താ കരടിച്ചാരേ ഇങ്ങോട്ടൊക്കെ? ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതോ? ആ പാറക്കെട്ടിനടുത്ത് ആ വലിയ തേക്കുമരത്തിന്റെ മുകളിലിരുന്ന തേനിന്നെടുത്തു.
വീട്ടിലേക്ക് വേണ്ടി ഇത്തിരി കൈയിൽ കരുതിയിട്ട് ബാക്കിയുള്ളത് അപ്പോ തന്നെ ഞാൻ അങ്ങ് കുടിച്ചു തീർത്തു. ഇപ്പോ ഭയങ്കര ക്ഷീണവും ദാഹവും. അപ്പോ തേനാണല്ലേ ഈ കയ്യിലിരിക്കുന്നത്? കൊള്ളാം. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, ഈ പുഴയിൽ ധാരാളം മീനുള്ളപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തേക്കുമരത്തിലൊക്കെ കയറി കഷ്ടപ്പെടുന്നത്? ഈ പുഴയിൽ വെറുതെ ഒന്ന് മുങ്ങി പൊങ്ങിയാ തന്നെ കൈ നിറയെ മീൻ കിട്ടില്ലേ? നേരാണോ നിങ്ങൾ പറയുന്നത്? കയ്യിലിരിക്കുന്ന ആ തേൻറാത്തൽ ഈ പുഴക്കരയിൽ വെച്ചിട്ട് വേണമെങ്കിൽ പുഴയിൽ ഇറങ്ങി ഒന്ന് പരീക്ഷിച്ചോളൂ. ദാദാ, കണ്ടില്ലേ വെള്ളത്തിൽ ഒരു വലിയ മീനിന്റെ വാലനങ്ങുന്നത്? വേഗം ഇറങ്ങി പിടിക്ക്. ഓ ശരിയാണല്ലോ, ഇന്ന് ഞാൻ അവനെ പിടിക്കും. ഇവൻ വെള്ളത്തിലിറങ്ങുന്ന സമയം തന്നെ തേൻറാത്തൽ ഞാൻ അടിച്ചു മാറ്റും. വാലറ്റം കണ്ടിട്ട് വലിയ മീനാണെന്ന് തോന്നുന്നു. എന്നെ പറ്റിക്കുന്നോ? നിന്നെ പിടിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ മുതല! അയ്യോ അയ്യോ അയ്യോ, ഞാൻ ചത്തേ. എടോ കുറുക്കച്ച, അതൊരു മുതലയായിരുന്നു. ധാരാളം മീനുകളുള്ള പുഴയല്ലേ, ചിലപ്പോ മീൻ തിന്നാൻ വന്ന മുതലയാവും. ഞാനിവിടെ വെച്ചിരുന്ന തേൻറാത്തൽ കാണുന്നില്ലല്ലോ, അതെവിടെ പോയി? ഓ, അതിപ്പോൾ ഒരു കാക്ക കൊത്തിക്കൊണ്ട് പറന്നു പോയതേ ഉള്ളൂ. ഓ, എന്തൊരു കഷ്ടം! മീനും കിട്ടിയില്ല, കൊണ്ടുവന്ന തേനും പോയി. ഓ, ആ മണ്ട മുതലയ്ക്ക് കരടിയെ കിട്ടിയില്ലെങ്കിലും എനിക്ക് കാട്ടുതേൻ കിട്ടിയല്ലോ. എടാ എടാ കള്ളക്കുറുക്ക, തനിക്കൊന്നും പറ്റിയില്ലേ? താനൊക്കെ ഒരു സുഹൃത്താണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? കടുവകളെ വരെ വെള്ളത്തിലിട്ട് പിടിക്കുന്നവരാണ് ഞങ്ങൾ മുതലകളെന്ന് പറഞ്ഞു പോയതല്ലേ. എന്നിട്ട് എന്തിനാ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അതെ, പിറകിലൂടെ പമ്മി വന്ന് പെട്ടെന്ന് വാലി പിടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിഞ്ഞൊന്ന് കടിക്കാൻ പോലും അവസരം തരാതെ വാലി പിടിച്ച് കറക്കി ഒരേറായിരുന്നില്ലേ. വീണത് വെള്ളത്തിലായതുകൊണ്ട് മാത്രം ഒന്നും പറ്റിയില്ല. താൻ ഈ കുറ്റിക്കാട്ടിലെങ്ങാനും കയറി ഇരുന്നോളൂ. എടോ, തന്റെ കയ്യിലിരിക്കുന്ന സാധനം ആ കരടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ? അതെ, കാട്ടുതേനാണ്. ഭയങ്കര കയ്പുള്ളതാ. എന്തായാലും വേണ്ടില്ല, പകുതി ദേ എന്റെ ഈ നാവിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചേക്ക്. ഇതാരാണ്? ഓ ഭാഗ്യം, ഈ പുഴയിൽ മുതലയില്ലെന്ന് തോന്നുന്നു. എടോ നിൽക്കവിടെ, താൻ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചത്? ഇല്ല, ആരോടും ചോദിച്ചില്ല. പുല്ലുമേയാൻ ഇറങ്ങിയതായിരുന്നു. ഒരു കൂട്ടം ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ കൂടി. ഞാൻ ആ ചെന്നായ്ക്കളുടെ മുന്നിൽ നിന്ന് ഓടി. ഒരുപാട് സമയം ആ ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ആ പൊന്തംകുന്ന് കയറി മാമലക്കണ്ടം വഴി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ എത്തി. ആയിരിക്കാം. പക്ഷേ ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആരാണ് നിനക്ക് അനുവാദം തന്നത്? ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. അനുവാദമില്ലാതെ നീ വെള്ളം കുടിച്ചതുകൊണ്ട് ഈ കുറുക്കൻ ചോദിക്കുന്നത് എന്തും പകരമായി നീ നൽകേണ്ടി വരും. അയ്യോ, പകരം നൽകാൻ എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല. ഇനി ഒരിക്കലും ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിച്ചാൽ പോരെ. ഇപ്രാവശ്യത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിട്.
ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ ചോദിക്കുന്നത് നൽകാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. അല്ല, വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇറച്ചി. നമ്മുടെ കുറുക്കച്ചന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അതെ, ഇറച്ചി തരാൻ നീ തയ്യാറല്ലേ? ആഹാ. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്താ ഒന്നും മിണ്ടാത്തത്? വേഗം പറ. ഓഹോ, ഇറച്ചി തരാൻ ഞാൻ തയ്യാറാണ്. ആവശ്യമുള്ള ഇറച്ചി എൻ്റെ കാലിൻ്റെ തുടഭാഗത്ത് നിന്നും കുറുക്കച്ചൻ തന്നെ മുറിച്ചെടുത്തോളൂ. കുറുക്കച്ച കോളടിച്ചല്ലോ. പിന്നെ നമ്മുടെ കാര്യം മറക്കല്ല് കേട്ടോ. വന്ന വഴിയും തിന്ന കോഴിയും മറക്കുന്നവനല്ലടോ ഈ കുറുക്കച്ചൻ. അറിയാം. എന്തായാലും വേഗം തുടയിറച്ചി കടിച്ചു മുറിക്ക്. എന്റെ ബ്രൂസിലി, ഈ സീബ്രയെ കാത്തോണേ. അയ്യോ കുറുക്കച്ചോ, മുതലച്ചാരേ, വേഗം പുഴയിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണോ. കുറുക്കച്ചോ, ഞാൻ ദേ വരുന്നേ. അത്യാഗ്രഹികളുടെയും അഹങ്കാരികളുടെയും അനുഭവം എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മതി മതി മതി. എല്ലാരും എഴുന്നേക്ക്. മതി ഉറങ്ങിയത്. പിള്ളേര് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ പൂവേട്ടാ. പിള്ളേർ ഉറങ്ങിക്കോട്ടെ, പക്ഷേ നിങ്ങൾ വേഗം എഴുന്നേറ്റോ. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി മുതലാളി ഇപ്പോ വരും. മക്കളെ, പൂവേട്ടൻ പറയുന്നത് കേക്ക്. എല്ലാവരും വേഗം എഴുന്നേറ്റോ. നീ എന്താടാ കാപ്പിരി, ഉറക്കപ്പിച്ച് പറയുകയാണോ? ആദ്യം നീ എഴുന്നേക്ക്. എന്തായാലും കുറച്ചു നേരം കൂടി എനിക്കുറങ്ങണം. എല്ലാ ദിവസവും അങ്ങ് കൂവുന്നത് കേട്ടാണ് ഞാൻ ഉറക്കം ഉണർന്നിരുന്നത്. പക്ഷെ ഇന്ന് മാത്രം അങ്ങ് കൂവിയില്ല. അതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേക്കാനും സാധിച്ചില്ല. സമയക്രമം തെറ്റിയാൽ ഇങ്ങനെയാ. നേരം വെളുത്താലും ഉണരാൻ തോന്നില്ല. അല്ലെങ്കിലും ഇന്ന് പുലർച്ചയ്ക്ക് അങ്ങ് കൂവിയില്ലല്ലോ. എന്തു പറ്റി? കൂവി കൂവി ബോറടിച്ചോ? അതോ മനഃപൂർവ്വം കൂവാത്തതാണോ? അതെ, പുലർച്ചയ്ക്ക് കൂവാൻ വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേറ്റതാ. അതിനിടയിലാണ് ആ നായ ഓരിയിടാൻ തുടങ്ങിയത്. അവനൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ എനിക്കൊന്ന് കൂവാൻ. അവസാനം അവൻ ഓരിയിടൽ നിർത്തിയതുമില്ല, എനിക്കൊട്ട് കൂവാൻ പറ്റിയതുമില്ല. പക്ഷെ ഞങ്ങളാരും ആ നായയുടെ വിളി കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു. ആ നായയുടെ നിർത്താതെയുള്ള ഓരിയിടൽ. എന്തായാലും വെറുതെ നായ അങ്ങനെ വിളിക്കില്ല. എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അയ്യോ, നമ്മളെ പിടിച്ചോണ്ട് പോവാൻ വല്ല കള്ളന്മാരും വന്നതാണോ? അയ്യോ, കള്ളന്മാരോ? എവിടെ എവിടെ? അയ്യോ, എന്താണാവും കോഴികളൊക്കെ എന്താ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? വല്ലതും കണ്ട് പേടിച്ചു. അല്ല, രാവിലെ തീറ്റ കിട്ടാൻ വൈകിയത് കൊണ്ടാവാം. ഒച്ച വെക്കണ്ട. തിന്നാനുള്ളത് ദേ കൊണ്ടുവന്നിരിക്കുന്നു. കഴിച്ചോ, വയറു നിറച്ച് കഴിച്ചു. മുതലാളി ആയാലും തൊഴിലാളി ആയാലും വേഗം പൊയ്ക്കോളൂ. എന്തായാലും ഇന്ന് ഞാൻ ഈ പാമിനകത്ത് കയറും. അയ്യടാ, ഒരുപാട് കോഴികൾ. തീറ്റക്കൊതി കൊണ്ട് എടുത്തുചാട്ടം കാണിച്ച് കോഴികളെ പിടിക്കാൻ നോക്കിയ ഇവറ്റകൾ ബഹളം വച്ച് ആ മുതലാളിയെ വരുത്തും. മുതലാളിയുടെ കണ്ണിപ്പെട്ട പിന്നെ എന്റെ കാര്യം കട്ടപ്പോക. എന്നാൽ ബുദ്ധിപരമായി നീങ്ങിയാൽ ആരും അറിയാതെ ഇവറ്റകളെ മുഴുവൻ ഒന്നൊന്നായി ചാപ്പിടാം. ഓക്കേ, അതിനും വഴിയുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അല്ലേ കൂട്ടരെ? അല്ലെങ്കിലും നല്ല അടിപൊളി തീറ്റയല്ലേ മുതലാളി എന്നും നമുക്ക് തരുന്നത്? ആണല്ലോ. എന്നാലേ മുട്ടയിടാനുള്ള ഓരോരുത്തരും മുട്ടയിടാൻ തുടങ്ങിക്കോ. അതെ, മുട്ടയിട്ട് മുതലാളിയെ ഞെട്ടിക്കണം.
മരുന്തേ 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 അതേതോ ലാടമരുന്തേ നാടവൈദ്യനാണെന്ന് തോന്നുന്നു. കോഴി മരുന്തേ നാട്ടുമരുന്തേ നീട്ടുമരുന്തേ പച്ചമരുന്തേ മരുന്തേ നല്ല മരുന്തേ മരുന്ന് വേണോ മരുന്ന്. ആ ലാടവൈദ്യനോട് നമുക്ക് ഇത്തിരി മരുന്ന് വാങ്ങിയാലോ? ഒന്ന് മിണ്ടാതിരിടാ കാപ്പിരി. ആ വൈദ്യൻ ആളൊരു തരികടയാണെന്ന് കണ്ടാ തന്നെ അറിയില്ലേ? ആ കോഴി എണ്ണാച്ചിമാരെ 2 കുപ്പി ലാടമരുന്നെടുക്കട്ടെ. കോഴിപ്പേൻ, കോഴി വസന്ത, കോഴികുറുകൽ ഇങ്ങനെ കോഴികൾക്കുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ഈ ലാടമരുന്ന് അത്യുത്തമം. ആ അത് കൊള്ളാമല്ലോ ആശാനെ. പൂവൻകോഴികൾക്ക് കൂവാനുള്ള വല്ല മരുന്നും ഉണ്ടോ? പിന്നെ പിടക്കോഴിയെ കൊണ്ടുവരെ കൂവിക്കുന്ന നല്ല പച്ചമരുന്ന് എന്റെ അടുത്തുണ്ട്. പച്ചമരുന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ആ പച്ചമരുന്ന് അല്ലാതെ മഞ്ഞ മരുന്ന്, നീലമരുന്ന്, ചുവപ്പ് മരുന്ന് ഇങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളും കയ്യിലുണ്ട്. നീലക്കൊടുവേലി കലക്കിയ നീലമരുന്നെടുക്കട്ടുവാ. പിടക്കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്നുണ്ടോ? പിടക്കോഴികളാണല്ലോ മുട്ട ഇടുന്നത്. അവർക്കെന്തിനാണ് മുട്ടയിടാൻ മരുന്ന്? എന്നാൽ പൂവൻ കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ഞാൻ നൽകുന്ന മരുന്ന് 4 കുപ്പി കുടിച്ചാൽ ഒരു പൂവൻ കോഴി ദിവസവും 4 മുട്ട വീതമിടും. ആ മരുന്ന് എടുക്കട്ടുമാ? ഞങ്ങൾക്ക് എന്തായാലും മരുന്നൊന്നും വേണ്ട. അയ്യോ അങ്ങനെ പറയരുത്. ഒരു സഹായമായിട്ടെങ്കിലും നിങ്ങൾ 2 കുപ്പി വാങ്ങണം. ഈ മരുന്ന് കച്ചവടം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. സഹായിക്കണം പ്ലീസ്. ഇവൻ വേഷം മാറി വന്നിരിക്കുന്ന കള്ളക്കുറുക്കനാണ്. ഈ ചതിയനെ നമുക്ക് വെറുതെ വിട്ടുകൂടാം. വഴിയുണ്ട്. ലാടഗുരുവേ, എന്തായാലും താങ്കളുടെ മരുന്ന് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇവിടെ ഒരാൾക്ക് താങ്കളുടെ മരുന്ന് വേണം. ആർക്കാണ് വേണ്ടത് പറയൂ. നിങ്ങളെപ്പോലെ വല്ല കോഴികൾക്കുമാണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് ഒക്കെ തരാം കേട്ടോ. അയ്യോ, അത് ഞങ്ങളെക്കാളൊക്കെ വലിയ ഒരാൾക്ക് വേണ്ടിയാണ്. ഓ കോഴികളെക്കാൾ വലുതോ? ഓ ചിലപ്പോ വല്ല വാത്തയോ യമോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കുശാൽ. എന്തായാലും ഇന്നലെ രാത്രി ആ നായയുടെ കുരകേട്ട് ഉറങ്ങാതിരുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. ആർക്കാണ് മരുന്ന് വേണ്ടതെന്ന് പറഞ്ഞില്ല. മരുന്ന് വേണ്ടത് ആ കൂട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ ഒരു ചങ്ങാതിക്കാണ്. മുതലാളി രാവിലെ ആ കൂടിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അകത്ത് കയറി ചെന്ന് മരുന്ന് കൊടുത്തോളൂ. ഓക്കെ, താങ്ക് യു. കൂടിന് പുറത്ത് നീണ്ടു വളഞ്ഞ കറുത്ത വാൽ. ഇത് കരിങ്കോഴിയുടെ വാൽ തന്നെ. ആഹാ, കരിങ്കോഴിയുടെ ഇറച്ചി സൂപ്പർ. ഓ, ഞാൻ ഒരു ഭാഗ്യവാൻ തന്നെ. അയ്യോ, നീയൊക്കെ എന്റെ കൂട്ടി കയറി കളിക്കാറായോടാ. ഇന്നലെ രാത്രി ഈ പരിസരത്ത് നീ പതുങ്ങി പതുങ്ങി വന്നപ്പോ തന്നെ നിന്നെ ഞാൻ നോട്ടമിട്ടതാണ്. അയ്യോ 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 അയ്യോ, എന്നെ കടിച്ചു കൊല്ലല്ലേ, ഞാൻ പൊക്കോളാവേ. അയ്യോ, ഹോ, എത്ര നേരമായി നായക്കുട്ടനെയും കാത്തിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി അവൻ നമ്മളെ പറ്റിച്ചോ? ഏയ്, നായക്കുട്ടൻ ഒരു പാവമാണ്. അവൻ ആരെയും പറ്റിക്കില്ല. പറ്റിച്ചാൽ അവനുമായുള്ള കൂട്ട് നമ്മൾ വെട്ടും. അയ്യോ, ഈ പാറക്കല്ല് അനങ്ങുന്നേ. പാറക്കല്ല് അനങ്ങിയെന്നോ? അനങ്ങാൻ പാറക്കല്ലിനെന്താ ജീവനുണ്ടോ? വെറുതെ മണ്ടത്തരം പറയല്ലേ. ചിലപ്പോ തോന്നിയതാവും. നിൽക്കുന്നിടത്ത് ഉറച്ചു നിന്നാൽ വീഴില്ല. എന്നാൽ ഞാൻ കയറി നിൽക്കാം. പാറക്കല്ല് അനങ്ങുന്നോന്ന് അറിയാലോ.
ആ കേറി നിൽക്ക്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഹാഹാ നല്ല സുഖം. തുള്ളി തുള്ളി ചാടും ഞാൻ. ഒന്നാം കല്ലിൽ കേറി നിൽക്കും ഞാൻ. അവിടെ തലയും കുത്തി ചാടും നീ. അയ്യോ അയ്യോ, ഈ പാറക്കല്ല് അനങ്ങുന്നേ. അത് അനങ്ങുന്നതല്ല, പാറക്കല്ല് നിന്നെ കൊണ്ട് ഓടുന്നതാ. അയ്യോ അയ്യോ, രക്ഷിക്കണേ. ഈ പാറക്കല്ല് എന്നെയും കൊണ്ട് പോണേ. അയ്യോ, ഇതെന്താ ഭൂതക്കല്ലാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, ഓടി വരണേ. കൂട്ടുകാരെ, ഇതാ ഞാൻ എത്തി. നായക്കുട്ട, അതാ ആ ഭൂതക്കല്ല് നമ്മുടെ മഞ്ഞക്കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നേ. ആമച്ചാരെ, നിൽക്കവിടെ. അയ്യോ അയ്യോ അയ്യോ. എന്താ ആമച്ചാരെ ഇത്? ഈ പാവം കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ പേടിപ്പിക്കണോ? നിനക്ക് എന്തു പറ്റി? നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? ഈ ആമച്ചാരോട്. എന്നിട്ട് ആമച്ചാരെവിടെ? ഞാൻ ഇവിടെ ഉണ്ട് മക്കളെ. മഞ്ഞക്കുഞ്ഞെ പേടിക്കണ്ട കേട്ടോ. ഇത് പാറയൊന്നുമല്ല, ഞാനൊരു ആമയാണ്. ഹോ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ആമച്ചാരെന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? പുറത്തേക്ക് വാ, ഞങ്ങളോടൊപ്പം കളിക്കാം. കൂട്ടുകാരെ, ഇതാണ് ആമച്ചാരുടെ വീട്. ഈ വീടിനകത്തുനിന്ന് കൈയും കാലും തലയും മാത്രമേ ആമച്ചാർക്ക് പുറത്തിടാൻ സാധിക്കൂ. അപ്പോൾ സ്വന്തം വീടും ചുമന്നുകൊണ്ടാണോ ആമച്ചാര് സഞ്ചരിക്കുന്നത്? അതെ 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 മക്കളെ, പ്രകൃതി ഞങ്ങൾ ആമകളെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹോ, കഷ്ടമായി പോയി. എന്ത് കഷ്ടം! ഈ വീടിരിക്കുന്നതുകൊണ്ട് ആമച്ചാർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളതെന്ന് അറിയാമോ? ഈ കട്ടിത്തോടിനുള്ളിൽ ഇങ്ങനെ കയറിയിരിക്കാൻ ആമച്ചാർക്ക് മടിപ്പില്ലേ? ഏയ്, ഒരു മടിയുമില്ല. കഴിഞ്ഞ 100 കൊല്ലമായിട്ട് ഇതിനകത്ത് ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുകയാണ് ഞാൻ. 100 കൊല്ലമോ? ആമച്ചാര് തമാശ പറയുകയാണോ? ആമച്ചാര് പറഞ്ഞത് നേരാണ് കൂട്ടുകാരെ. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ളത് ആമകൾക്കാണ്. 150 വയസ്സ് വരെ അവർ ജീവിക്കും. 150 വയസ്സ് വരെ? ഹോ, എന്തൊരു ഭാഗ്യം! എടാ മോനെ, എന്നെ മനസ്സിലായോ? ഇതാരാ, രംഗണ്ണനും? നോ, കുറുനരി മാഷ്. മനസ്സിലായി, കുറുനരി മാഷ്. മാഷിനെ പണ്ട് ഞങ്ങളുടെ അച്ഛൻ കൊത്തി കൊത്തി ഓടിച്ചതല്ലേ? അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ആ പഴയ കഥകളൊന്നും ഓർമ്മിപ്പിക്കല്ലേ മക്കളെ. അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്കും വിഷമമുണ്ട്. നിങ്ങൾ നേരിൽ വന്ന് കണ്ട് മാപ്പ് പറയാൻ ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നോ. കണ്ടിട്ടെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മാഷ് പഠിപ്പിച്ച സ്പെല്ലിങ്ങുകളൊക്കെ നിങ്ങൾ മറന്നോ മക്കളെ? അന്ന് മാഷ് പഠിപ്പിച്ചത് കൂടാതെ പുതിയതായി ഒരുപാട് ഞങ്ങൾ പഠിച്ചു. ആഹാ, കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ വഴിക്ക് വരുന്നുണ്ട്. ആണോ? പുതിയ സ്പെല്ലിങ്ങുകൾ നിങ്ങൾ പഠിച്ചെന്നോ? ഓ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളോട് സ്പെല്ലിംഗ് ചോദിക്കണം. ഓരോ മാസങ്ങളുടെയും സ്പെല്ലിംഗ്. ആർ യു റെഡി? January, January, February, February, March, March, April, April, January, February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. haha, amazing.
February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. September, September, October, October, November, November, December, December. January, February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. super, come on baby, come on.